ഹലോ ഗൈസ്, ഗുഡ് ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പറാറ്റീവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് എന്താണ് ഇമ്പറാറ്റീവ്, എങ്ങനെയൊക്കെയാണ് ഇമ്പറാറ്റീവ് യൂസ് ആക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഇമ്പറാറ്റീവ് യൂസ് ആക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ആക്കിയാലോ. അപ്പോൾ ഇമ്പറാറ്റീവ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇമ്പറാറ്റീവ് യൂസ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമാൻഡ്സ്, റിക്വസ്റ്റ്, അതുപോലെ തന്നെ അഡ്വൈസ്, ഇൻസ്ട്രക്ഷൻസ്, സജഷൻസ് ഇവരൊക്കെ കൊടുക്കാനാണ് നമ്മൾ ഇമ്പറാറ്റീവ് യൂസ് ആക്കുന്നത്. ഈ ഇമ്പറാറ്റീവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 3 ഫോമിലാണ്. അതായത് ഡു ഫോം, ഡു ഇൻഫോർമൽ സിംഗുലർ ഫോം, അതുപോലെ തന്നെ ഇയർ ഇൻഫോർമൽ പ്ലൂറൽ ഫോം, സി ഫോർമൽ സിംഗുലർ ഫോം. ഇവർ 3 ഫോംസിലാണ് നമ്മൾ ഇമ്പറാറ്റീവ് യൂസ് ആക്കുന്നത്. അപ്പം ഇനി നമുക്ക് എങ്ങനെ ഈ 3 ഫോമിലും ഇമ്പറാറ്റീവ് എഴുതാം, ഈ 3 ഫോമിലും നമ്മൾ ഇമ്പറാറ്റീവ് എങ്ങനെ ഫോം ചെയ്യും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാ ഒരു സെൻറ്റൻസ് പോലെയല്ല വെർബിനെ ഫസ്റ്റ് വെക്കുക നമ്മൾ ചെയ്യുന്നത്. അതായത് വെർബ് പ്ലസ് എർഗെയിൻസോ, എന്താണോ വെർബ് അത് നമ്മൾ വെക്കുക, അതിനുശേഷം ബാക്കി എന്താണോ നമ്മൾ സെൻറ്റൻസിലുള്ളത് ആ സെൻറ്റൻസ് ബാക്കിയുള്ളത് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം ഡു ഫോം നോക്കാം. ഡു ഇൻഫോർമൽ സിംഗുലറിൽ വരുമ്പോൾ നമുക്ക് വേണ്ട വെർബ്, അതായത് നമ്മൾ എഴുതാൻ പോകുന്ന സെൻറ്റൻസിൽ നമുക്ക് വേണ്ട വെർബിനെ ഡൂവിൽ കോഞ്ചുഗേറ്റ് ചെയ്യുക. ദെൻ ഡൂവിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെർബ് സ്റ്റമ്മിൻ്റെ കൂടെ ഏത് എൻഡിങ് ആണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൂവിൽ നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഏത് എൻഡിങ് ആണ് ആഡ് ചെയ്യുന്നത്? ST എന്ന് പറയുന്ന എൻഡിങ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ STയെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഡു ഗേക്സ്റ്റ് നാ ഹൗസിങ്. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ ഡൂവിനോട് കൂടെ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെർബ് സ്റ്റമ്മിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? ST ആഡ് ചെയ്തിട്ടുണ്ട്. ഈ STയെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊനൗണും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ സെൻറ്റൻസ് എന്തായിട്ട് മാറി? ഗേഹ് നാ ഹൗസിങ്. ലാസ്റ്റ് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളൊരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതായതുകൊണ്ട് ലാസ്റ്റിൽ നമ്മളൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗേഹ് നാ ഹൗസിങ്, ഗോ ടു ഹൗസ് എന്നുള്ള മീനിങ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ലീസ് ദസ് ബുക്ക്. ഇതെങ്ങനെ ഫോം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസൺ എന്ന് പറഞ്ഞ വെർബ്, ലേസൺ എന്ന് പറഞ്ഞ വെർബ് ഡൂവിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ ലേസൺ നമുക്കറിയാം ഒരു ഉൺറേഗൽമേസിക് വെർബനാണ്. ഈ ചേഞ്ചസ് ടു ഇ എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്നതാണ്. അപ്പോൾ ഡൂവിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ ലേസൺ എന്നുള്ള വെർബ് എന്തായി മാറി? ലീസ്റ്റ് എന്നായി മാറി. ലാസ്റ്റിൽ നമ്മൾ ലീസ്റ്റ്, അതായത് ലീസ്റ്റ് വരുമ്പോൾ എന്താണ്, നമ്മൾ സാധാരണ കോഞ്ചുഗേഷൻ ചെയ്യുമ്പോൾ ടി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ടിയെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ലീസ് ദസ് ബുക്ക് എന്നായി. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ കൊമ്മൻ എന്ന് പറഞ്ഞ വെർബ്, കൊമ്മൻ എന്ന് പറഞ്ഞ വെർബ് ഡൂവിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? കൊംസ്റ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ആ കൊംസ്റ്റ് എന്ന് പറയുമ്പോൾ ST നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? കം ഹിയർ, കം ഹിയർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡു ഫോം, അതായത് ഇൻഫോർമൽ സിംഗുലാറിൽ ഒരു ഇമ്പറാറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇയറിൽ, അതായത് ഇൻഫോർമൽ പ്ലൂരാലിൽ എങ്ങനെ നമുക്കൊരു ഇമ്പറാറ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ നമുക്ക് വേണ്ട വെർബിനെ നമ്മൾ ഇയറിൽ കോഞ്ചുഗേറ്റ് ചെയ്യുക. ഇയറിൽ കോഞ്ചുഗേറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ പ്രൊനൗൺ, അതായത് ഇയർ എന്ന് നമുക്ക് അവിടെ സബ്ജക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നേരത്തെ ഇതിലും ഡൂവിൽ ചെയ്തപ്പോഴും നമ്മൾ എന്താ സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടില്ല, ഡൂ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ. അതേപോലെ ഇയറിലും, അതായത് യൂസ് ദി റെഗുലർ കോഞ്ചുഗേഷൻ വിത്തൗട്ട് പ്രൊനൗൺ, അതായത് ഇയറിൽ സാധാ പോലെ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുക. ദെൻ ഇയർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയൊരു സെൻറ്റൻസ് ഗേഹ് നാ ഹൗസി എന്ന് പറയുന്ന സെൻറ്റൻസ് ഇയർ ഫോമിൽ വരുമ്പോൾ എന്തായി മാറും? ഗേറ്റ് നാ ഹൗസി. അതായത് ഗേയൻ എന്ന് പറഞ്ഞ വെർബ് ഇയറിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ ഗേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗേറ്റ് നാ ഹൗസ് മീനിങ് സെയിം തന്നെയാണ്, ഗോ ടു ഹൗസ് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എഴുതിയ സെൻറ്റൻസ് ലീസ് ദസ് ബുക്ക് എന്ന് പറയുന്ന സെൻറ്റൻസ് ഇയർ ഫോമിൽ വരുമ്പോൾ എന്തായി മാറും? ലേസ്റ്റ് ദസ് ബുക്ക്. ലേസൺ എന്ന് പറഞ്ഞ വെർബ് ഇയറിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ലേസ്റ്റ് എന്നാണ് വരുന്നത്. അതുപോലെ ഇയർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം എന്തായി? ലേസ്റ്റ് ദസ് ബുക്ക് എന്നായി. ദെൻ ലാസ്റ്റ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി അതുപോലെ തന്നെ കൊമ്മൻ എന്ന് പറഞ്ഞ വെർബ് എന്താണ്? ഇയറിൽ കോഞ്ചുഗേറ്റ് ചെയ്തു. ദെൻ കൊംറ്റ് എന്നായി. കൊംറ്റ് ഹിയർ, കം ഹിയർ, സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇയറിൽ, അതായത് ഇൻഫോർമൽ പ്ലൂരാലിലെ ഇമ്പറാറ്റീവിൽ ഒരു സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് സി ഫോമിൽ നോക്കാം. സി ഫോം, അതായത് ഫോർമൽ സിംഗുലർ. സി ഫോമിൽ നമ്മൾ കൂടുതലും റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ്, റിക്വസ്റ്റ് അല്ലെങ്കിൽ സജഷനോ കൂടുതൽ നമ്മളവിടെ റിക്വസ്റ്റും കാര്യങ്ങളും കൊടുക്കാനാണ് നമ്മൾ സി ഫോം, ഈ ഫോർമൽ സിംഗുലർ യൂസ് ആക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ റിക്വസ്റ്റും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ബിറ്റ് നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്കതിൽ ബിറ്റ് ചേർത്തിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സി ഫോമിൽ യൂസ് ആക്കുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ, അതായത് ഡൂവിലും ഇയർ ഫോമിലും നമ്മൾ സബ്ജക്റ്റ്, അതായത് പ്രൊനൗൺ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ സി ഫോമിൽ വരുമ്പോൾ നമ്മൾ പ്രൊനൗൺ, അതായത് സി എന്നുള്ളത് നമ്മൾ വെർബിന് ശേഷം ആഡ് ചെയ്യണം. അതാണ് ഇവിടെ വരുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഗേ ആൻഡ് സി നാ ഹൗസിങ്.
ഇവിടെ നമ്മൾ ഇയറിൽ കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതി ഗേറ്റ് നാ ഹൗസ് എന്നുള്ളത് നമ്മൾ സാധാ സിയിൽ കോൺജുഗേറ്റ് ചെയ്യുക, ഫോർമൽ സിംഗുലാറിൽ കോൺജുഗേറ്റ് ചെയ്യുക, ഗേയൻ സി എന്നായി. ഗേയൻ സി നാ ഹൗസ് എന്നായി. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോൺജുഗേഷൻ വരുന്നില്ല, സി ഫോം ആയതുകൊണ്ട് കോൺജുഗേഷൻ വരുന്നില്ല. നെക്സ്റ്റ് ലേസൺ സി ദസ് ബുക്ക്, അതായത് റീഡ് ദി ബുക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി കൊമ്മൻ സി ബിറ്റെ ഹിയർ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഇപ്പോൾ റിക്വസ്റ്റ് ആയിട്ട് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബിറ്റെ ചേർത്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ കൊമ്മൻ സി ബിറ്റെ ഹിയർ, കം ഹിയർ പ്ലീസ് എന്നുള്ള മീനിങ്. കൊമ്മൻ സിയിൽ കോൺജുഗേറ്റ് ചെയ്തു. അതിനുശേഷം സി വെക്കാൻ മറക്കരുത്, അതായത് പ്രൊനൗൺ സബ്ജക്റ്റ് അവിടെ നമ്മൾ വെക്കാൻ മറക്കരുത്. കൊമ്മൻ സി ബിറ്റെ ഹിയർ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിയിൽ, അതായത് ഫോർമൽ സിംഗുലാറിൽ ഒരു ഇമ്പറാറ്റീവ് സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമ്പറാറ്റീവിൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ചൂസ്.